ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര പൊടിച്ചത്, അതുപോലെ തന്നെ വറുത്ത അവലും കുറച്ച് പീനട്ട് ഒന്ന് വറുത്തതിന് ശേഷം സ്കിന്നൊക്കെ മാറ്റി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല പഴുത്ത ഏത്തപ്പഴം വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ഏത്തപ്പഴത്തിൻ്റെ കറുത്ത സ്കിന്നൊന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ നല്ല സ്കിന്നൊക്കെ കറുത്ത പഴത്തിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അധികം പഴുക്കാത്ത പച്ചപ്പഴത്തിൽ ചെയ്യുന്നതിലും ഇങ്ങനെയുള്ള പഴത്തിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സ്കിന്ന് മാത്രമല്ലേ കറുത്തിട്ടുള്ളൂ, അകത്തൊന്നും അങ്ങനെ ഒരു കുഴപ്പമൊന്നും ഇല്ലാത്ത പഴമാണ്. ഇനി ഇതുപോലെ ഇതൊന്ന് സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഒരുവിധം ഡീപ്പായിട്ട് തന്നെ ഇതൊന്ന് സ്ലിറ്റാക്കി കൊടുക്കണം. എന്നാൽ അത് സെപ്പറേറ്റായിട്ട് പോകാനും പാടില്ല. ഇതേപോലെ പിന്നെ അതിൻ്റെ അകത്തുള്ള കറുത്ത നാര്, കുരു അതൊന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ. അപ്പോൾ ഈ പഴത്തിൻ്റെ ഇതുപോലെ കണ്ട ഈ ഒരു കേവായിട്ടിരിക്കുന്ന ഈ ഒരു പോർഷനില്ലേ, അവിടെയാണ് നമ്മൾ ഇതുപോലെ സ്ലിറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അതിനുള്ള ഫില്ലിങ് എടുത്താൽ മതി. ഇപ്പം ഞാൻ 2 പഴത്തിൽ ചെയ്യണതുകൊണ്ട് അതിനുള്ള ഫില്ലിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആകാൻ വേണ്ടിയിട്ട് ശർക്കര ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഈ 3 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇതിലേക്കൊരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ അവലിങ്ങനെ വറുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതേപോലെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടും. ഇതേപോലെ എല്ലാം കൂടി ചേർത്തിട്ട് പീനട്ട് നമ്മൾ ഫ്രൈ ആക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാടല്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പഴത്തിൻ്റെ അകത്തേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് മാക്സിമം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാവുന്ന അത്രയും ഫില്ലിങ് ഇതേപോലെ ഓരോ സൈഡിലേക്കും വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ശർക്കരയിൽ നിന്ന് ചെറുതായിട്ടൊരു ജ്യൂസി കണ്ടൻറ്റ് ഇറങ്ങി വരും. അപ്പോൾ അതുവരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലും നമുക്കിതെല്ലാം കൂടി യോജിച്ച് ഇതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ പറ്റുള്ളൂ. അപ്പോൾ ഒരെണ്ണം ഫില്ല് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. മറ്റേതും ഇതുപോലെ തന്നെ മാക്സിമം ഫില്ലാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ പീനട്ടിന് പകരം നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കുക. പക്ഷേ പീനട്ട് കുറച്ചുകൂടി ഹെൽത്തി ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് പീനട്ട് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇതേപോലെ എല്ലാം അകത്തേക്ക് പ്രസ്സായിട്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് പാനിലേക്ക് ഇടുന്ന സമയത്ത് അകത്തുനിന്നൊക്കെ പോരും. ഇതേപോലെ 2 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബ്രെഡ് എടുത്തിട്ട് നീളത്തിലൊന്ന് 2-3 പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിൽ ആ വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റുക. എന്നിട്ട് നമ്മളിതുപോലെ ഈ സ്ലിറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന ആ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ പഴം റോസ്റ്റ് അല്ലെങ്കിൽ പഴം നിറച്ചതൊക്കെ ചെയ്യുന്ന സമയത്ത് മൈദയുടെയോ അല്ലെങ്കിൽ അരിപ്പൊടിയുടെ ഒരു ബാറ്റർ ഉണ്ടാക്കി അത് വെച്ചിട്ടാണല്ലോ ഇത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാറ്. പക്ഷേ അതിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബ്രെഡ് വെച്ച് ചെയ്തപ്പോൾ കേട്ടോ. അപ്പോൾ ബ്രെഡ് ഇതുപോലെ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അതില്ലെങ്കിൽ ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ കുതിർന്ന് കഴിയുമ്പോൾ നന്നായിട്ട് സ്റ്റിക്കി ആയിട്ടിരുന്നോളും. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതേപോലെ. അപ്പോൾ അത് രണ്ടും അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ വെച്ചിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് നെയ്യിലാണ് ചെയ്യുന്നത് കേട്ടോ. ഗീയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരുപാട് ഗീ ഒഴിച്ച് അങ്ങനെ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യാനില്ല. 1 ടീസ്പൂണൊക്കെ ഓയിലൊന്ന് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ നിറച്ച പഴം വെച്ച് കൊടുത്തിട്ട് ഉടനെ തന്നെ നമ്മളിത് തിരിച്ചിടാനായിട്ട് നോക്കരുത്. ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ. പഴത്തിൻ്റെ കളറ് നന്നായിട്ടൊന്ന് മാറി വരണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 സ്പൂൺ വെച്ചിട്ട്
സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്താലേ അത് ശരിയാവുള്ളൂ. പിന്നെ ബ്രെഡിൻ്റെ പോർഷൻ ഇങ്ങനെ വിട്ടു പോരുകയാണെങ്കിൽ അതിലേക്ക് ചേർത്ത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി തിരിച്ചിട്ടതിന് ശേഷം ഒരു നുള്ളു ഗീ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ബ്രെഡിൻ്റെ ആ ഒരു പോർഷൻ താഴ്ഭാഗത്താണല്ലോ വന്നിരിക്കുന്നത്, അപ്പോൾ അതുകൂടി ഒന്ന് റോസ്റ്റായി കിട്ടും. ഇനി 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം തുറന്നിട്ട് ഒരല്പം വെള്ളം ഇതുപോലെ തളിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യണ സമയത്ത് പെട്ടെന്ന് പഴം റെഡിയായി കിട്ടും. അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇത് കുക്കായിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കളറ് വരാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് തിരിച്ച് വെച്ച് മൊരിയിച്ചെടുത്താൽ മതി. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പഴം റോസ്റ്റ് അല്ലെങ്കിൽ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റിലും ഒരു വെറൈറ്റി മെത്തേഡിലൊക്കെയാണല്ലോ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.